അങ്ങനെ ആദ്യമായി ചെന്നൈ വന്നതിന് ശേഷം ഒരു തമിഴ്നാട് ഫംഗ്ഷന് പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ മുഖത്തുണ്ട് കേട്ടോ. കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ടിൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ഫംഗ്ഷൻ ആയിരുന്നു. നമ്മളെയാണെങ്കിൽ വെൽക്കം ചെയ്യാൻ പുള്ളിക്കാരൻ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ബേക്കിലാണെങ്കിൽ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ അങ്ങ് ഇടം പിടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്തില്ല. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ഗ്ലാസ് കോഫിയും കൂടി കിട്ടി. പിന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാട്ടിനനുസരിച്ച് നമ്മൾ വൈബ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കയറി വരുമ്പോൾ ചന്ദനവും റോസപ്പും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. പിന്നെയാണ് നമ്മളത് കണ്ടത്. അതൊക്കെ തൊട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് മെയിൻ. കാരണം ഇവിടെയാണെങ്കിൽ നമുക്ക് നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ ഫംഗ്ഷന്. അപ്പോൾ ഫസ്റ്റ് ഒരു ഗുലാം ജാം, റൈത്ത, അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ, അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ മെയിൻ ഡിഷായിട്ട് നമുക്ക് സാമ്പാർ, അതുപോലെ തന്നെ ഇഡ്ഡലി, നൂൽപുട്ട്, ചപ്പാത്തി, അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് നമുക്കാണെങ്കിൽ മഷ്റൂമിൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് മഷ്റൂം, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് നോൺ വെജ് ഇല്ലാത്തതിൻ്റെ ആ നെഗവ് അങ്ങ് നികത്തി തന്നു കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ വയറങ്ങ് ഫുള്ളാക്കി കഴിച്ചു. പിന്നെ ഞങ്ങൾ ലാസ്റ്റത്തേക്കാണെങ്കിൽ നമുക്കൊരു ഐസ്ക്രീമും നേരത്തെ കിട്ടിയ ഗുലാബ് ജാമും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മളങ്ങ് അകത്താക്കി. എന്തായാലും പറയാലോ, മഷ്റൂമൊക്കെ മസ്റ്റ് ഐറ്റമാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു നോൺ വെജ് പോലും ഇല്ലാണ്ട് എങ്ങനെ ഫംഗ്ഷൻ കൂടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് മാറി കിട്ടിട്ടോ. പിന്നെ നേരെ ഹാളിലേക്ക് ഇന്നിപ്പം അവർ മുറിച്ച ചെക്കനും പെണ്ണും മുറിച്ച കേക്കും കൂടി നമുക്ക് കിട്ടിട്ടോ. അതുകൂടി അകത്താക്കി. പിന്നെ അവിടെയാണ് കുറച്ച് പേര് ഡാൻസൊക്കെ ആ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ 2 തലയാട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ എന്നിട്ട് ഡാൻസ് കളിക്കാനൊക്കെ നോക്കി. പിന്നെ വിചാരിച്ച് വേണ്ട, എന്തിന്, ചെക്കനും പെണ്ണും കളിക്കുന്നില്ലേ, അത് തന്നെ പോരെ. നമ്മൾ ഇരുന്നെടുത്തത് 2 സ്റ്റെപ്പും കൂടി ഇട്ടിട്ട് നമ്മളിങ്ങ് പോന്നു കേട്ടോ.